വിശുദ്ധമായ റമളാനിന്റെ മുന്നോടിയായി നമുക്ക് ചില തയ്യാറെടുപ്പുകൾ നടക്കാനുണ്ട് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകാനുണ്ട്. തെറ്റ് ചെയ്യാത്ത ആരില്ല. പാപങ്ങൾ വന്നുപോയവരാണ്, തെറ്റുകൾ വന്നുപോയവരാണ്, ജീവിതത്തിൽ അബദ്ധങ്ങൾ വന്നുപോയവരാണ്. ഇന്നലകളിൽ ഇരുളടഞ്ഞ രാവും പകലും നമുക്കുണ്ടായിട്ടുണ്ട്. പാപകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പാപഭാരമേറി നാം മരിച്ചുപോയാൽ അപകടമാണ്. അള്ളാഹുവിനോട് തൗബയുണ്ടാവണം, എപ്പോഴും പശ്ചാത്താപ മനസ്സുണ്ടാവണം. വിശുദ്ധമായ റമളാനെ നമ്മളൊക്കെ ആദരിക്കുന്നുണ്ട്. പക്ഷേ ആ റമളാൻ വേണ്ടതുപോലെ അനുകൂലമാകണമോ? റജബിനെ പരിഗണിച്ചേ പറ്റൂ. റജബ് മാസത്തെ പരിഗണിച്ചവർക്ക് മാത്രമേ ശഅബാൻ മാസം അനുകൂലമാവൂ. ശഅബാൻ മാസം അനുകൂലമായെങ്കിലേ വിശുദ്ധമായ റമളാൻ മാസം വേണ്ടതുപോലെ അള്ളാഹു പരിഗണിക്കുകയുള്ളൂ. വെറുതെ അല്ല ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് പറഞ്ഞത്. തയ്യാറെടുപ്പുകളുടെ മാസമാണ് 2 മാസം. നമ്മുടെ വീട്ടിൽ മകളുടെ വിവാഹം, മകന്റെ വിവാഹം ഏതെങ്കിലും ഒരു വിശേഷ ദിവസത്തിന്റെ അന്ന് മുണ്ട് മുറുക്കി ഉടുത്തത് കൊണ്ട് കാര്യമില്ല. ഉണ്ടോ? അന്നത്തെ ദിവസം ഗേറ്റ് തുറന്നിട്ടിട്ട് ആളുകളെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വീട്ടിലെ വിശേഷത്തിന് പോയി നിന്നാൽ ആരും ഉണ്ടാവൂല. മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ തയ്യാറെടുപ്പ് നടത്തും അല്ലേ? ആളുകളെ ക്ഷണിക്കും, പാചകക്കാരനെ വിളിക്കും, വേണ്ട ഒരുക്കങ്ങൾ നടത്തും. മാസങ്ങൾക്ക് മുമ്പേ നടത്തുന്ന ഒരുക്കങ്ങളുടെ ഫലമാണ് ഒരൊറ്റ ദിവസത്തെ പ്രൗഢമായ സദസ്സുകൾ നമ്മുടെ വീട്ടിലുണ്ടാവുക. അങ്ങനെ ഒരുങ്ങി തയ്യാറാകാനും തയ്യാറെടുപ്പുകൾ നടത്താനുമാണ് പരിശുദ്ധമായ റജബും ശഅബാനും അല്ലാഹു നമുക്ക് തന്നത്. ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞു മുന്നോട്ട് പോവാൻ. ഇന്നിപ്പോ 6 or 7 ഒക്കെ ആയിട്ടുണ്ട്. എത്രയായി? 6 റജബ് എത്രയായി? എന്റെ പ്രിയപ്പെട്ടവരെ, ആ റജബിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോ ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, ആ റജബ് തുടങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥയാണോ ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത്? ഒരു മാറ്റമില്ലേ? എന്നാൽ അപകടമാണ്. അവന്റെ ഈമാനിൽ എന്തോ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്തോ വലിയൊരു വെറുപ്പ് അല്ലാഹുവിന് അടിമയോടുണ്ട്. ഈ വിശുദ്ധമായ റജബ് മാസം ആരംഭിച്ചതിന് ശേഷം അല്ലാഹുവേ, റജബായി തമ്പുരാനെ, ഇനി ഇത് ചെയ്തുകൂടാ, ഇത് ഞാൻ പറഞ്ഞുകൂടാ, ഇതിനി ഈ പാപം ഞാൻ ചെയ്തുകൂടാ, ഈ തെറ്റിലേക്ക് നീ പൊയ്ക്കൂടാ. ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം വഹിയ ഇൻദല്ലാഹി മഹ്ഫൂളാ, ആ പാപങ്ങൾ മുഴുവനും നാം മറന്നാലും കേടാകാത്തൊരു മെമ്മറി കാർഡിൽ സൂക്ഷിക്കപ്പെടുന്നത് പോലെ അള്ളാഹുവിന്റെ അടുത്ത് നാം ചെയ്ത തെറ്റുകളെല്ലാം വളരെ കൃത്യമായി രേഖപ്പെട്ട് വെച്ചിട്ടുണ്ട്, മറക്കല്ലേ. അതുകൊണ്ട് ഇന്നലകളിൽ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ, അതൊരിക്കലും മറക്കാൻ പാടില്ല. അതിനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഖേദമുണ്ടാവുന്നത്. പാപങ്ങളെ ചിന്തിക്കുമ്പോഴാണ്, പടച്ചവരെ, ഞാൻ വലിയ പാപം ചെയ്തു പോയിട്ടുള്ള ആളാണല്ലോ, ഞാൻ വൻ പാപം ചെയ്തിട്ടുള്ള ആളാണല്ലോ, എന്റെ ജീവിതത്തിന്റെ അരികു ചേർന്ന് വലുതും ചെറുതും ഒരുപാട് സംഭവിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, നീ രക്ഷപ്പെടുത്തിയാലല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. നീ എന്നെ സലാമത്താക്കണേ അല്ലാ. പടച്ചവനെ, തൗബയുടെ വാതിൽ എനിക്ക് തുറന്നു തരണേ അല്ലാ. എനിക്ക് ഈമാനോടെ മരിക്കണമല്ലാ. എനിക്ക് ഖബറിൽ സമാധാനത്തിൽ കിടക്കണമല്ലാ. എനിക്ക് ബർസഖിന്റെ ജീവിതം സന്തോഷപ്രദമാകണമല്ലാ. എനിക്ക് നാളെ പരലോകത്തിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് സഹാബികൾ നിൽക്കുമ്പോൾ, താബിഈങ്ങൾ നിൽക്കുമ്പോൾ, ഇമാമിങ്ങൾ നിൽക്കുമ്പോൾ, സാദാത്യങ്ങൾ നിൽക്കുമ്പോൾ, ഉലമാക്കൾ നിൽക്കുമ്പോൾ, മുഅ്മിനീങ്ങൾ നിൽക്കുമ്പോൾ, സാലിഹീങ്ങൾ നിൽക്കുമ്പോൾ, ആ പരിസരത്ത് കുറച്ചു ദൂരത്താണെങ്കിലും എനിക്ക് ഹബീബിന്റെ തിരുമുഖം 14-ാം രാവിനെ പൂർണ്ണയന്തുവിനെ പരാജയപ്പെടുത്തിയ ആ പരിശുദ്ധമായ മുഖമുണ്ടല്ലോ, ആ പുണ്യമായ മുഖം എനിക്ക് പരലോകത്തിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് എനിക്ക് ആ പരിസരത്ത് നിന്നൊന്ന് കാണാൻ, പടച്ചവനെ, എനിക്ക് ഈമാനോടെ മരിക്കണമല്ലാ എന്ന് ചിന്തിക്കണമെങ്കിൽ ഇന്നലകളിൽ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർമ്മ വരണം. അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുകയാണ്, നിസിയാനു ദുനൂബിൽ മാളിയ, ഇന്നലകളിൽ വന്നുപോയ തെറ്റുകളുണ്ടല്ലോ, നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ?
എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ടോ, അല്ലാഹുവേ കഴിഞ്ഞ വർഷം ഞാൻ ആ തെറ്റ് ചെയ്തല്ലോ, 2 വർഷത്തിന് മുമ്പ് ഞാൻ ആ പാപം ചെയ്തല്ലോ, 5 വർഷത്തിന് മുമ്പ് ഞാൻ ആ തെറ്റ് ചെയ്തല്ലോ അല്ലാ, കാലം കഴിഞ്ഞപ്പോ ഞാനങ്ങ് മറന്നുപോയി അല്ലാ, വഹിയ ഇൻദല്ലാഹി മഹ്ഫൂളാ. പക്ഷേ പടച്ചവന്റെ അടുക്കൽ ആ മെമ്മറി കാർഡ് സേവാണ് എൻ്റെ പ്രിയപ്പെട്ടവര്. നമുക്കറിയാം മുമ്പൊക്കെയുള്ള മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് മെമ്മറി അല്ല, അതാ മൊബൈലിനോടൊപ്പം വരുന്ന മെമ്മറി അല്ല. മുമ്പൊക്കെ ചെറിയൊരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു, ഓർമ്മയുള്ളവരുണ്ടല്ലോ, ചെറിയൊരു മെമ്മറി കാർഡ് ഉണ്ടാവും. ആ ചെറിയ മെമ്മറി കാർഡ് അതാ നമ്മൾ മൊബൈലിലേക്ക് തിരികെ പ്രസ് ചെയ്യുകയാണ്. ആ മൊബൈലിന്റെ മെമ്മറി കാർഡിലേക്ക് മൊബൈലിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ സേവ് ആവുകയാണ്, വീഡിയോ സേവ് ആവുകയാണ്, വോയിസ് ക്ലിപ്പ് സേവ് ആവുകയാണ്, മറ്റു പല ഫയലുകളും സേവ് ആവുകയാണ്. കുറച്ച് നാൾ കിടന്നിട്ട് ആ മെമ്മറി കാർഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് വലിച്ചടിച്ച് ചെറിയൊരു പേപ്പറിൽ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ, പേപ്പറിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് അലമാരയിൽ ഭദ്രമായി സൂക്ഷിക്കുമ്പോൾ ആ മെമ്മറി ഫുൾ ആയതുകൊണ്ട് മാറ്റിവെച്ചതാ. എന്നിട്ടൊരു ഫ്രഷായ മെമ്മറി കാർഡ് നമ്മളെടുത്ത് പിന്നെയും ഫിറ്റ് ചെയ്യുകയാ. ഇതൊന്നും അധികകാലമായിട്ടില്ല, നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു. ഞാൻ പറയട്ടെ, നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞു വെച്ച മെമ്മറി കാർഡ് ഇരുന്ന സ്ഥലം മറന്നുപോയി. വർഷങ്ങൾ കുറേയായി, 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അലമാര വൃത്തിയാക്കിയപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച നമ്മുടെ പേപ്പറിന്റെ അടിയിലേക്ക് വെച്ചിരുന്ന ആ ചെറിയ മെമ്മറി കാർഡ് ഉണ്ടല്ലോ, നോക്കുമ്പോൾ ചെറിയൊരു പൊതിയിരിക്കുന്നു. ആ പൊതി നമ്മൾ അഴിക്കുന്നു, നമ്മൾ അത്ഭുതപ്പെടുന്നു, പടച്ചവനെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച എന്റെ മെമ്മറി കാർഡ് തിരിച്ചു കിട്ടിയല്ലോ. ആ ചെറിയ പൊതി അഴിച്ചിട്ട് ആ പഴയ മെമ്മറി കാർഡ് നമ്മൾ പുതിയ മെമ്മറി പിന്നെ അതാ മാറ്റിയിട്ടൊന്നിട്ട് നോക്കുന്നു. അല്ലാ അല്ലാ, 10 വർഷം മുമ്പ് നമ്മുടെ ചിത്രം വരികയാ, 10 വർഷം മുമ്പുള്ള നമ്മുടെ പാട്ട് വരികയാ, 10 വർഷം മുമ്പ് നമ്മുടെ കുഞ്ഞിനിപ്പോ 10 വയസ്സ് കഴിഞ്ഞു പ്രസവിച്ചതിന്റെ ഫോട്ടോ വരികയാ, വീഡിയോ വരികയാ. പഴയ വീട് പുതിയ വീട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞു, വീടിന്റെ ഇനാഗുറേഷൻ നടന്നപ്പോഴുള്ള ചടങ്ങുകളുടെ വീഡിയോ വരികയാ. അങ്ങനെ ഇന്നലകളിലൊക്കെ നമ്മൾ എടുത്തു വെച്ച് നമ്മൾ പോലും മറന്നുപോയ വീഡിയോയും ഫോട്ടോസും ഓഡിയോയും ഒക്കെ വരുന്നു. നമ്മൾ തന്നെ പറയുന്നു, പടച്ചവനെ ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നോ, ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നോ. ഓരോ കാര്യങ്ങളും ചെയ്തതൊക്കെ ഓർമ്മ വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതെല്ലാം പടച്ചവൻ നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുള്ളൊരു മെമ്മറി കാർഡിൽ ഇതുപോലെ ഇതിനേക്കാളും നല്ല ജാഗ്രതയോടെ നല്ല കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറിൽ സേവായി കൊണ്ടിരിക്കുകയാണ്. ആ മെമ്മറി കാർഡിൽ അല്ലാഹു സേവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ മുഴുവനും ആ മെമ്മറി കാർഡ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതൊരിക്കലും മെമ്മറി ഫുള്ളാവൂല, ഒരിക്കലും ആ മെമ്മറി ഹാങ് ആകൂല ചെറുപ്പക്കാരാ, ഒരിക്കലും അതിൽ വൈറസ് കയറൂല പ്രിയപ്പെട്ട പൊന്നുമോള്. ആ മെമ്മറി കാർഡിൽ ഒരിക്കലും ഒരു പ്രശ്നവും വരൂല. അത് റിമൂവ് ചെയ്ത് വേറെ ഒന്ന് കണക്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവൂല. ആ മെമ്മറി കാർഡിൽ നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും റെക്കോർഡാണ്. ആ മെമ്മറി കാർഡ് നാളെ പരലോകത്തിൽ ഒരിട്ട് കണക്ട് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ഒരു പ്രൊജക്ടറിൽ അല്ലാഹു നമ്മുടെ മെമ്മറി കാർഡ് പ്രത്യക്ഷപ്പെടുത്തുന്ന സമയമുണ്ടല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞില്ലേ, ലാ യുഗാദിറു സഖമൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഓരോ മനുഷ്യനും പറയും നമ്മുടെ പഴയ മെമ്മറി കാർഡ് പഴയ പുതിയ മൊബൈൽ ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ, അല്ലാഹുവേ ഇതെല്ലാം ഞാൻ ചെയ്തതായിരുന്നോ, ഞാൻ മറന്നുപോയി. ചെറിയ കാര്യം പോലും ഈ മെമ്മറിയിലുണ്ടല്ലോ, പടച്ചവന്റെ മെമ്മറിയില് ഞാൻ നോക്കിയതുണ്ട്, കണ്ടതുണ്ട്, പറഞ്ഞതുണ്ട്, അനുഭവിച്ചതുണ്ട്, ലക്ഷ്യം വെച്ചതുണ്ട്, നടന്നതുണ്ട്, പിടിച്ചതുണ്ട്, തൊട്ടതുണ്ട്. ഓരോ കണ്ണ് ചിമ്മൽ പോലും ആ മെമ്മറിയിൽ സേവാണ്. എൻ്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ മൊബൈലിന്റെ ക്യാമറ എത്ര പിക്സലുള്ള ക്യാമറയാ, അതിനനുസരിച്ച് നല്ല ക്വാളിറ്റിയോടുകൂടി വീഡിയോയും അതുപോലെ ഫോട്ടോസും ഒക്കെ സേവ് ആവുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്ക്, കണ്ണെന്ന് പറയുന്ന ക്യാമറയിൽ നമ്മൾ കണ്ട ക്ലിക്ക് ചെയ്ത വീഡിയോയും ഇമേജും അല്ലാഹു വെച്ചിട്ടുള്ള മെമ്മറിയിൽ സേവ് ആകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മൊബൈലിന്റെ മൈക്കിലൂടെയുള്ള സംസാരങ്ങളും അതിന്റെ സേവാകളും പോലെ നമ്മുടെ നാവിലൂടെ വരുന്ന ശബ്ദങ്ങൾ, വോയിസ് ക്ലിപ്പുകൾ അല്ലാഹു
അള്ളാഹു വെച്ചിട്ടുള്ള മെമ്മറിയിൽ സേവ് ആകുന്നു. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ അടുക്കൽ വഹിയ ഇൻദല്ലാഹി മഹ്ഫൂളാ, അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ പറന്നു പോയാലും ചെറുപ്പക്കാരാ, ഇന്നലകൾ ചെയ്തു പോയ തെറ്റുകൾ പടച്ചവന്റെ മുമ്പിൽ കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലകളിൽ സംഭവിച്ചു പോയ പാപങ്ങളെ മറന്നുപോകല്ലേ, തെറ്റുകളെ മറന്നുപോകല്ലേ. കാരണം അത് മുമ്പിൽ വെച്ച് ഇടക്കിടക്ക് പടച്ചവന്റെ മുമ്പിൽ കണ്ണീർ വാർക്കാനുള്ളതാണ്. ഔ കമാ ഖാല റസൂലുള്ളാഹി. ആലോചിച്ച് നോക്കിയേ, ഞാൻ ഈ സമയത്ത് ഞാൻ ചെയ്ത പാപങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കട്ടെ. ആ ഓരോ ആളുകളും തെറ്റുവന്നു പോയവരാണ്. ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വലിയ ദോഷങ്ങൾ, വലിയ പാപങ്ങൾ. ഇതൊരു ഇസ്തിഗ്ഫാറിന്റെ മജ്‌ലിസ് കൂടി. അല്ലാഹു തആല പാപം പുറത്തു വരുമാറാകട്ടെ. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പുറത്തു വരും. ഒരു വിഷമവും വേണ്ട. ഓരോ അവസരങ്ങൾ അല്ലാഹു ഓരോ മുഅ്മിനും പലപ്പോഴും കൊടുക്കും. പക്ഷേ മുഅ്മിൻ എന്ത് ചെയ്യും? ചില ആളുകൾ എന്ത് ചെയ്യും? അവസരങ്ങൾ നഷ്ടപ്പെടുത്തും. ഓരോ അവസരം കൊടുക്കും. അല്ലാഹു നാളെ ചോദിക്കും, നിനക്ക് അവസരം തന്നില്ലേ? ആ ഒരു മജ്‌ലിസ് തന്നില്ലേ? നിന്റെ കൽബ് പൊട്ടുന്ന നിലക്ക് സൗണ്ട് കേട്ടില്ലേ? ആ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കണം. ഇതൊരു പരീക്ഷണ ലോകമാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇവിടെ മരണവും ജീവിതവും ഉണ്ട്. അല്ലാഹു തആല ആദ്യം പറഞ്ഞത് മരണമാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത്. ഇത് പരീക്ഷണമാണ്. അതുകൊണ്ട് ഇവിടെ എത്രമേൽ അമൽ ചെയ്താലും നമുക്ക് ഈ ഭൗതിക ജീവിതം അനുകൂലമാകണമെന്നില്ല. യുക്തിവാദികൾ ആളുകളെ പഴപ്പിക്കുന്നതിന്റെ ഒരു മാനദണ്ഡം അതാണ്. തവക്കുലും ഈമാനുമില്ലാത്ത ആളുകൾ അവസാന കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഇസ്ലാമിന്റെ പ്രതാപത്തിനൊരു കുറവുണ്ടാവില്ല. വിശുദ്ധമായ ഖുർആനിന്റെ പ്രൗഢിക്കും പ്രതാപത്തിനും പ്രകാശത്തിനും ഒളിമയ്ക്കും തെളിമയ്ക്കും ഒരു കുറവുണ്ടാവില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അത് അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. ഓ മുഅ്മിനീങ്ങളെ, അടിസ്ഥാനപരമായി ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ എന്ത് അമൽ ചെയ്താലും, ഇവിടെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും, ഇവിടെ നമ്മൾ എന്ത് സുകൃതം ചെയ്താലും, ഇവിടെ തന്നെ നമുക്ക് അതിന്റെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവണം. ഇന്ന് ഞാൻ 100 സ്വലാത്ത് അധികം ചൊല്ലിയിട്ടുണ്ട് ഹബീബിന്റെ പേരിൽ. ഇന്ന് കച്ചവടത്തിൽ, ബിസിനസ്സിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാവണം. നോ, ഉണ്ടായാൽ അൽഹംദുലില്ലാഹ് സന്തോഷം. ഉറപ്പിക്കാൻ വകുപ്പില്ല. കാരണം ഇവിടെ എല്ലാ വിളവെടുപ്പ്, ഇവിടെ വിത്ത് വിതയ്ക്കാനാ പറഞ്ഞത്, ഇവിടെ വെള്ളം നനയ്ക്കാനാ പറഞ്ഞത്, ഇവിടെ വളം ചെയ്യാനാ പറഞ്ഞത്. വിതയ്ക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇവിടെ വിതയ്ക്കുന്ന വിത്തുകൾക്ക് നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിഫലങ്ങളുടെ വിളവെടുപ്പ് നൽകുന്ന കാലമുണ്ട്. പരീക്ഷണ ലോകമാണ്. ഇവിടെ പലിശക്കാരൻ, പെണ്ണുപിടിയൻ, കള്ളുകുടിയൻ, കഞ്ചാവ് വലിക്കുന്ന ആള്, MDMA ഓട്ട്സൈല് നോക്കുമ്പോ വെച്ചടി കയറ്റമാണ്. 1 നിലയായിരുന്നു, ഇപ്പൊ 2 നിലയായി, വലിയ ബിൽഡിംഗ് ആയി, നാട്ടിലൊക്കെ ഒരുപാട് പ്രോപ്പർട്ടികളായി. ഗൾഫിൽ ഇങ്ങനെ വന്നു ആഴ്ചയില് ദുബൈയിൽ പോകുന്നു, സൗദിയിൽ പോകുന്നു, അവിടെ പോകുന്നു, എന്തൊരു കയറ്റമായി. അവനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഉഡായിപ്പിന്റെ ആശാനാണ്. ഇവിടെ അങ്ങനെയുള്ള ആളുകളൊന്നുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എനിക്ക് പോകണം, നാളെ കോഴിക്കോട് അത്യാവശ്യമായിട്ട് എത്തേണ്ടതുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. നിങ്ങളെന്താ ആമീൻ പറയാൻ ആരെയോ പേടിക്കുന്നത് പോലെ എനിക്ക് തോന്നുക. ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? എന്തിനാ പേടിക്കുന്നത്? ഞാൻ ആരും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അങ്ങനെയുള്ള മുസീബത്തൊന്നും ഈ നാട്ടിൽ ഉണ്ടാവില്ല. അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ നമ്മുടെ ചെറിയ ബലം കുറഞ്ഞ ഈമാൻ കൊണ്ട്, ആ കണ്ണാടി കൊണ്ട്, ആ ദർപ്പണം കൊണ്ട്, ആ ആംഗിൾ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അയാൾക്ക് അങ്ങനെ വെച്ചടി കയറ്റം. പരിശുദ്ധമായ റമളാനായാൽ പോലും പള്ളിയിൽ ഉണ്ടാവൂല, ജുമഅക്ക് പോലും വരൂല. അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം വന്ന ആളുകളെ കാണിക്കാൻ ഒപ്പിട്ട് പോകുന്ന ആളുകളാണ്. അവൻ അല്ലാഹു കൊടുക്കുന്ന നിഅമത്ത് ചെറുതല്ല. ഞാൻ തഹജ്ജുദ് മുടക്കാത്ത ആളാണ്. ഞാൻ വിത്ർ നിസ്കരിക്കുന്ന ആളാണ്.
ഞാൻ അവ്വാബി നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ ഇശ്റാഖ് നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ റവാത്തിബ് കൃത്യമായി നിസ്കരിക്കുന്ന ആളാണ്, എന്റെ കയ്യിൽ 50 രൂപ കിട്ടിയാൽ 10 രൂപ സ്വതക്ക കൊടുക്കാനുള്ള മനസ്സുള്ള ആളാണ്, ഞാനൊരു തെറ്റും ചെയ്യാത്ത ആളാണ്, പടച്ചവനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ കണ്ണും കൽബും പൊട്ടുന്ന ആളാണ്, ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ എന്റെ കൽബിൽ അവനോടുള്ള ഒരു ദയ ഉണ്ടാവും, ഒരു കാരുണ്യം ഉണ്ടാവും. ഞാൻ പടച്ചവനോട് എതിരൊന്നും പ്രവർത്തിച്ചിട്ടില്ല, പക്ഷേ ഇന്നും കേറിക്കിടക്കാൻ സന്തോഷകരമായ ഒരു ഭവനം എനിക്കില്ല റബ്ബേ. എനിക്കുണ്ടായ വേദനകൾ മാറുന്നില്ല, എന്റെ മകളുടെ ക്യാൻസർ മാറുന്നില്ല, എന്റെ ഭാര്യയുടെ മുട്ടുവേദന മാറുന്നില്ല, എന്റെ വേദന മാറുന്നില്ല, ഇബാദത്തിനൊരു കുറവില്ല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ഇവിടെ ഒരളവ് പോലും വെച്ച് അളക്കല്ലേ, അളന്നാൽ അവന്റെ ഈമാന് കോട്ടം വന്നു പോവും. പണം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ദാരിദ്ര്യം വരട്ടെ ഇല്ലാതിരിക്കട്ടെ, സൗന്ദര്യം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, അള്ളാഹു വെച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ആ ഒരു ഉദ്ദേശത്തിൽ മുന്നോട്ട് പോകാൻ മുഅ്മിന് കഴിഞ്ഞാൽ മരണം കൊണ്ട് തുടങ്ങുന്ന മരണമില്ലാത്ത ജീവിതത്തിൽ അവനെ സന്തോഷിക്കാം. അല്പസമയത്തെ സുഖവും സന്തോഷവും അത് നീതിമാനായ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. അല്പനേരത്തെ സുഖവും സന്തോഷവും അല്ലാഹു തആല ആഗ്രഹിക്കുന്നില്ല. പടച്ചവൻ തരുന്നത് മരണമില്ലാത്ത ലോകത്തിലുള്ള സന്തോഷവും സുഖവുമാണ്. അതിനുവേണ്ടി ഒരല്പസമയം നീ ക്ഷമിച്ചോ. പണമില്ലാതിരിക്കുമ്പോൾ ദാരിദ്ര്യത്തിന്റെ ചുഴിയിൽ കടത്തിന്റെ ഭീമമായ അവസ്ഥയിൽ അകപ്പെടുമ്പോൾ ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ്. ഞാൻ പട്ടിണി കിടന്നാലും അന്യവന്റെ മുതലെടുക്കൂല, ആരെയും പറ്റിക്കൂല, വഞ്ചിക്കൂല, പലിശക്ക് കൊടുക്കൂല, എടുക്കൂല, പലിശയുമായിട്ട് ഞാൻ ഇടപെടൂല. പട്ടിണി കിടന്ന് മരിച്ചാലും എനിക്ക് എന്റെ റബ്ബിന്റെ ലോകത്ത് രക്ഷപ്പെടണം. ഈമാനുള്ളവൻ ചിന്തിക്കണം. കുറച്ച് പണം കൊടുത്തു, അൽഹംദുലില്ലാ, പൈസ ഇല്ല, വല്ലതും നടക്കുമോ? ഈ പരിപാടി കഴിയുമ്പോൾ ഈ മൈക്ക് സെറ്റുകാരോടും ഇവരോടൊക്കെ എന്നാൽ പിന്നെ അസ്സലാമു അലൈക്കും തങ്ങൾ പറയുകയാണ്, അസ്സലാമു അലൈക്കും മോനെ, നമുക്ക് അടുത്ത വർഷത്തെ ഉറൂസിന് കാണാം, പോയിട്ട് വാ, വിളിക്കണേ ഇടയ്ക്കൊക്കെ മിടുക്കൻ. അൽഹംദുലില്ലാ, അല്ലാഹു വിടുവോ? എന്തായിരുന്നാലും ഒരു ദിവസത്തെ സെറ്റിന്റെ വാടക കൊടുത്തേ പറ്റൂ. ചെലവുണ്ട്, പൈസ വേണം അല്ലേ? അവരവരുടെ ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ള ഭവനം ഉണ്ടാവണം, വാഹനം ഉണ്ടാവണം. ഇവിടുന്ന് നല്ല സീരിയസിൽ സഞ്ചരിച്ച് പെട്ടെന്ന് മംഗലാപുരത്തെത്തേണ്ട ജീവിത സാഹചര്യമുള്ള ആൾ ഓട്ടോറിക്ഷ പിടിച്ചു പോയിട്ട് കാര്യമുണ്ടോ? അങ്ങനെ പോകരുത് എന്നാ പറയുന്നത് ഇസ്ലാം. അവൻ ആ സീരിയസിൽ പോകണം. മാന്യമായ ഒരു വീട് അവന് ആവശ്യമുണ്ട്, അതിനനുസരിച്ചുള്ള മെമ്പർമാരുണ്ട്, വിസിറ്റേഴ്സ് ഉണ്ട്, ഗസ്റ്റ് ഉണ്ട്, അവനനുസരിച്ചുള്ള വീട് വേണം. ഒന്നും വേണ്ടെന്നല്ല. പക്ഷേ അല്ലാഹു ഈ ദുനിയാവിന്റെ പരീക്ഷണമാകുന്ന കുറച്ച് സാമ്പത്തികമായ സംവിധാനങ്ങളുടെ ബാബുകൾ തുറന്നു കൊടുക്കുമ്പോൾ അല്ലാഹുവേ പടച്ചവനെ, ഇത് ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടും, ഒരു സംശയവും വേണ്ട. ഇത് അല്ലാഹുവേ, ഇത് നിന്റെ മുമ്പിൽ ഒരു ദാരിദ്ര്യാവസ്ഥയുള്ള കടമുള്ള ആളിനെക്കാളും ഭാരമേറിയ ആളാ ഞാന്. ഓരോ പൈസയുടെയും കണക്ക് റബ്ബേ നിന്റെ മുമ്പിൽ പറയണം. ഈ പണം എനിക്ക് പരീക്ഷണമാണ് തമ്പുരാനെ എന്ന് അവൻ ചിന്തിക്കണം. നല്ല ആരോഗ്യം, രാവിലെ സുബഹി പോലും നിസ്കരിക്കാതെ ട്രാക്ക് സൂട്ടൊക്കെ ഇട്ടിട്ട് നേരെ ഹെൽത്ത് ക്ലബിലേക്ക്, ജിംനേഷ്യത്തിലേക്ക് പോവാണ്. ഇങ്ങനെ വാമപ്പൊക്കെ ചെയ്ത് പുള്ളപ്പൊക്കെ ചെയ്ത് 2-3 പുഷപ്പൊക്കെ അടിച്ച് ടെമ്പിൾസ് ഒക്കെ എടുത്ത് ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ 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 പിടിക്കുമ്പോൾ ട്രൈസെപ്സ് മോശമില്ല, ബൈസെപ്സ് മോശമില്ല, വിങ്സും കുഴപ്പമില്ല, ചെസ്റ്റും കപ്പ് ആൻഡ് ഷോൾഡറും ഇങ്ങനെ ഓരോ പാർട്ടുകൾ ഇങ്ങനെ ഉരുക്ക് ബോഡിയാണ്. അവൻ ചിന്തിക്കണം അവന്റെ ആ വീട്ടിന്റെ അപ്പുറത്തുള്ള ക്യാൻസർ രോഗിയായ ചെറുപ്പക്കാരനെ കുറിച്ച്. അൽഹംദുലില്ലാ, ജിംനേഷ്യത്തിൽ പോകണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല, പോകേണ്ട കാലമാണ്. കാരണം ആവശ്യമില്ലാതെ രാവും പകലും ഫുഡ് അടിക്കുന്ന കാലമാണ്. വിഷമാണോ ഏതാണോ കിട്ടുന്നത് അടിയോടടിയാണ്, മത്സരിച്ചടിക്കുകയാണ്, കടം മേടിച്ചടിക്കുകയാണ്. കാലം വല്ലാത്ത കാലമാണ്. ഓരോരോ സാധനങ്ങളാണ്, ഓരോരോ പേരുകളിൽ ഇറങ്ങുകയാണ്. എല്ലാം പോയി പരീക്ഷിച്ചേ പറ്റുള്ളൂ. വണ്ടി വിളിച്ചൊക്കെ അങ്ങ് പോവാണ്, കിലോമീറ്ററുകളപ്പുറത്ത് ചാപ്പടടിക്കാൻ. അടിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, ആവശ്യത്തിന് മതിയല്ല. പക്ഷേ ആ നിലയ്ക്ക് നമുക്ക് ആരോഗ്യ സംരക്ഷണം ആവശ്യമാണ്. ലാ തുൽഖൂ ഐദീകും ഇല തഹ്ലുക, പരിശുദ്ധമായ ഖുർആൻ. നാശത്തിലേക്ക് നിങ്ങൾ ബോധപൂർവം ചെന്ന് വീഴാൻ പാടില്ല. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണം, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യകരമായ ജീവിതം ഉണ്ടാവണം, നാശത്തെ വലിച്ചു വെക്കരുത്.
അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ നല്ല സ്ട്രോങ് ബോഡിയുള്ള നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ചിന്തിക്കണം, പടച്ചവനെ ഈ ആരോഗ്യം പരീക്ഷണമാണ്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. രോഗത്തിൽ കിടക്കുകയാണ്, വലിയ ആബിദായിരുന്നു, അവനും ചിന്തിക്കണം, പടച്ചവനെ ഞാൻ ആവുന്ന കാലമൊക്കെ റബ്ബേ നിനക്ക് സുജൂദ് ചെയ്തു. ഇപ്പൊ ഞാൻ കിടന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, ഞാൻ ഇരുന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, എനിക്ക് ആഫിയത്തുള്ള കാലഘട്ടം ഞാൻ കസേലയിൽ ഇരുന്നിട്ടില്ല തമ്പുരാനെ, ഞാൻ നിനക്ക് സുജൂദ് ചെയ്തു. എന്റെ കാലിപ്പം മടങ്ങുന്നില്ല നാഥ, എനിക്ക് സുജൂദിൽ സാധാരണഗതിയിൽ മുമ്പുള്ളതുപോലെ പോയാൽ എനിക്ക് പൊങ്ങാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ കസേലയിൽ ഇരിക്കുക. പടച്ചവനെ അല്ലാഹുവേ നിന്റെ പരീക്ഷണമാണിത്, നിന്റെ പരീക്ഷണമാണ്. എന്നാൽ അവിടെ ആരോഗ്യമുള്ളവനെക്കാളും പ്രതിഫലം ഈ കസേരയിൽ ഇരിക്കുന്ന ആളിനാണ്. ഇങ്ങനെ ഇത് ചിന്തിക്കുമ്പോഴാണ് മുഅ്മിൻ ഈമാൻ ഉണ്ടാവുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു യുക്തിവാദി ഫലസ്തീൻ ഇങ്ങനെ കത്തിക്കരിയുമ്പോൾ പടച്ചോൻ കാണുന്നില്ലേ, കേൾക്കാൻ രസമുണ്ട്, പടച്ചോൻ കാണുന്നില്ലേ, ഓ ആ പള്ളി അല്ലാഹ് കാണുന്നില്ലേ, എല്ലാം അല്ലാഹ് കാണുന്നുണ്ട്. മുസ്ലിമിന്റെ വിശ്വാസം ഈ ലോകം പരീക്ഷണമാണ്, പ്രതിസന്ധികൾ മുഅ്മിനായ മനുഷ്യനാണ്, പ്രയാസങ്ങൾ മുസ്ലിമായ മനുഷ്യനാണ് ഉണ്ടാവുക. അതുകൊണ്ട് നിനക്ക് സ്വർഗ്ഗലോകം കിട്ടണോ, നിന്റെ മുമ്പിലുള്ള പരിസ്ഥിതി അനുസരിച്ച് വേണം നീ പ്രവർത്തിക്കാൻ. ഈ ദുനിയാവിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഫലസ്തീനാണ്. നമ്മൾ അത് ചിന്തിച്ച് നമ്മുടെ ഈമാൻ ബലക്ഷയം ഉണ്ടാക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ലക്ഷക്കണക്കിന് മക്കൾ മരിച്ചു വീണ ഫലസ്തീനിൽ ഏതെങ്കിലും ഒരു പൊന്നുമോൻ വേണ്ട ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഞാൻ രാജിയാവുകയാണ്, ഞാൻ ജൂദായിസത്തിൽ ചേരുകയാണ്, എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയോടുള്ള ഇഷ്ടം കുറഞ്ഞു എന്ന് ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വെടിയുണ്ടക്കും തോക്കുകൾക്കും വലിയ വലിയ ഭീകരമായ പ്രതിസന്ധികളും വരുമ്പോഴും ഷഹാദത്ത് കലിമ ഉറച്ചുറച്ചു ചൊല്ലി രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ചു നടക്കുന്നവരാണ് ഫലസ്തീനിൽ ജനിച്ചു വീണ മണ്ണിന് വേണ്ടി പോരാടിയ പ്രിയപ്പെട്ട മക്കൾ. നാളെ എത്ര ഡേറ്റ് എന്നറിയോ? കൂട്ടത്തിൽ ഞാൻ പറയാം. നാളെ എത്ര ഡേറ്റ്? നിങ്ങൾ വേഗം വേഗം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും. ബാക്കി 3 എണ്ണം കിടക്കാൻ നിസ്യാന ദുനൂബ മാലിയ മാത്രമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞു പോയ പാപങ്ങളുടെ കാര്യം ഒറ്റ പോയിന്റേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ 4 കൊല്ലം വരേണ്ടി വരും, അല്ലെങ്കിൽ ഈ ബാക്കി 3 പോയിന്റ് പറഞ്ഞു തരാൻ. നാളെ ഡേറ്റ് എത്ര നിയമിച്ചത്? 30 ഡിസംബർ 30 അല്ലേ? ഡിസംബർ 30 പ്രത്യേകതയുണ്ട്, അറിയോ? നോക്കട്ടെ, ആരെങ്കിലും പറയോ? ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതുമായി അധിനിവേശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി വലിയ ബന്ധമുള്ളൊരു ഡേറ്റാണ് ഡിസംബർ 30. ഓർമ്മയുള്ള മിടുക്കന്മാരാരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. മിടുക്കല്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. എന്താ പറഞ്ഞത്? അധിനിവേശ ശക്തികളുടെ പേടി സ്വപ്നമായിരുന്ന സദ്ദാം ഹുസൈൻ ഉണ്ടല്ലോ, വിശുദ്ധമായ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊലക്കയറിലേക്ക് വിധിച്ച വിധികർത്താവും കൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോയ ആളും കൊല നടത്തിയ ആ വിധി നടപ്പാക്കാൻ പോയ ഉദ്യോഗസ്ഥരും പറഞ്ഞു, ചരിത്രത്തിൽ ഇത്രയും ധീരനായ ഒരാൾ കൊലക്കയറിൽ കയറുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. നാളെയായിരുന്നു ആ സംഭവം നടന്നത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ ഓർത്തു കൊടുക്കട്ടെ. അവസാന നിമിഷം വരെയും അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ നശീകരണങ്ങൾ നടത്തി പാവപ്പെട്ട പട്ടിണി പാവങ്ങളെ ക്രൂരമായി കൊല ചെയ്ത് കളഞ്ഞ ജൂതന്മാർ അവരുടെ അഹങ്കാരം തൊലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊണ്ട് രക്തസാക്ഷിത്വം ഏറ്റെടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കാണുമ്പോൾ അല്ലാഹു തആല കാണുന്നില്ലേ? നിസ്കരിച്ച ആൾക്ക് എന്താണ് കച്ചവടത്തിൽ ലാഭമില്ലാത്തത്? നിസ്കരിക്കാത്തവൻ എന്താണ് വീട് തകർന്നു പോകാത്തത്? അവൻ എന്താ കച്ചവടം പൊട്ടാത്തത്? ഇത് അള്ളാന്റെ ദുനിയാവാണ് മക്കളെ, ഇത് പരീക്ഷണ ലോകമാണ്. ഇവിടെ നിസ്കരിച്ച അപ്പൊ തന്നെ പ്രതിഫലം കിട്ടുന്ന ഓക്കെ ആണെങ്കിൽ പിന്നെ ഇത് പരീക്ഷണമാണോ? അപ്പൊ ഇത് സ്വർഗം എന്നാ പറയാ. ചെയ്ത അപ്പ പ്രതിഫലം കൊടുക്കണം, ഇത് സ്വർഗമാണ്, പിന്നെ ഇത് പ്രശ്നമില്ലല്ലോ. പിന്നെ ഒരു കാട്ടാളന്മാരും ദുനിയാവിലുണ്ടാവൂല. ഇവിടെ ഔലിയാക്കന്മാരുടെ ബഹളമായിരിക്കും. അങ്ങോട്ട് പോകുന്നതും വലിയായിരിക്കും, ഇങ്ങോട്ട് എല്ലാ ഔലിയാക്കന്മാരായിരിക്കും. കാരണം എന്താണ്? ഒരാള് നിസ്കരിച്ചാൽ അപ്പൊ തന്നെ പ്രതിഫലം കിട്ടുകയാണ്. ഒരാള് പാപം ചെയ്താൽ അവിടെ തന്നെ പണി അല്ലാഹു കൊടുക്കുകയാണ്. നമ്മുടെ ദുനിയാവിന് അർത്ഥമില്ല. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, യുക്തിബദ്ധമായ പരിശുദ്ധമായ ഖുർആൻ മാലോകരോട് വിളിച്ചു പറഞ്ഞു.
അതുകൊണ്ട് ഇന്നലകളിൽ സംഭവിച്ചു പോയ ദോഷങ്ങളെ കുറിച്ച് ഓർക്കണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഖേദമുണ്ടാവുന്നതും അള്ളാഹുവിനോട് അടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതും. അല്ലേ? എത്ര പാപമാണെങ്കിലും അള്ളാഹു തആല പുറത്തു തരും. അങ്ങനെ വിഷമിക്കണ്ട. എത്ര ദോഷമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു തരും. 99 ആളുകളെ കൊല ചെയ്ത ഒരു സംഭവം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഒന്നും കൂടെ സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 99 ആളുകളെ കൊന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഖേദമുണ്ടായി, ഒന്ന് പശ്ചാത്തപിക്കണം. كان في من كان قبلكم رجل قتل 99 نفسا فاسأل عن علم أهل الأرض فدل على راهب فاتاه فقال إنه قتل 99 نفسا فهل له من توبة فقال لا فقتله فكمل به 100. ഒരു പണ്ഡിതനെ സമീപിച്ചു, ചോദിച്ചു, ഞാൻ 99 ആളുകളെ കൈകാര്യം ചെയ്ത ആളാണ്, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കിപ്പോ ഖേദം, വല്ലാത്ത ഖേദം, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എന്തെങ്കിലും പശ്ചാത്തപിക്കാനുള്ള അവസരമുണ്ടോ? ഫഹല്ലഹു മിൻ തൗബ. പണ്ഡിതൻ പെട്ടെന്ന് പറഞ്ഞു, 99 ആളുകളെ കൊന്ന നിനക്ക്, നിന്നെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തപിക്കാൻ ഒരു വകുപ്പുമില്ല, ഇല്ല എന്ന് പറഞ്ഞു. ഫഖതലഹു. ഉടൻ തന്നെ 100 തികച്ചിട്ട് ഈ പണ്ഡിതനെയും അയാൾ കൊന്നുകളഞ്ഞു. എന്നിട്ട് നിർത്തിയില്ല, ദേഷ്യം കൊണ്ട് കൊന്നുപോയതാണ്. എന്നാലും അദ്ദേഹം നിലവിളിക്കുകയാണ്, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. അദ്ദേഹം പിന്നെയും അതാ തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഏരിയയെ കുറിച്ച് അന്വേഷിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലം പറഞ്ഞു കൊടുക്കും, ഒരാളിനെ പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ഇന്ന സ്ഥലത്ത് പോയിക്കോ, അവിടെ ഒരുപാട് സ്വാലിഹീങ്ങൾ ഉള്ളതാണ്. ഒരുപാട് സ്വാലിഹീങ്ങൾ ഉള്ളതാണ്. ആ സ്വാലിഹീങ്ങളുടെ ഇടയിലേക്ക് നീ അവിടെ പോയിക്കോ, അവിടെ പോയി റബ്ബിനോട് തൗബ ചെയ്ത് ശിഷ്ടകാലം നീ അവിടെ ജീവിച്ചോ, എന്നാൽ നിനക്ക് തൗബയുണ്ട്. അദ്ദേഹം പോയി. നീ അങ്ങോട്ട് പോയി അവരോടൊപ്പം അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്ത് അവിടെ കഴിഞ്ഞോ, എന്നാലല്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് നടന്നു. ഫന്തലഖ ഹത്താ ഇദാ നസഫത്തിൽ തരീഖ് അതാഹുൽ മൗതു ഫഖതസമത് ഫീഹി മലായികത്തുർ റഹ്മ വമലായികത്തുൽ അദാബ്. കേൾക്കണേ. അപ്പോൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയി നിങ്ങൾ അവിടെയുള്ള ആളുകളുമൊത്ത് ജീവിച്ചാൽ നിങ്ങൾക്ക് തൗബയുണ്ട്, നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകണം. അദ്ദേഹം ആ പറഞ്ഞ പടച്ചവനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിമധ്യേ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിച്ചപ്പോൾ ആ റൂഹിനെ കൊണ്ടുപോകാൻ വേണ്ടി 2 ടീം ആളുകൾ വരികയാണ് മലക്ക് വിഭാഗത്തിൽ നിന്ന്. സാധാരണ നല്ല ആളാണെങ്കിൽ റഹ്മത്തിന്റെ മലക്ക് വരും, മോശപ്പെട്ട ആളാണെങ്കിൽ അദാബിന്റെ മലക്ക് വരും. ഒരു റൂഹിനെ കൊണ്ടുപോകുന്നത് സിജ്ജീനിലേക്കാണെങ്കിൽ മറ്റൊരു റൂഹിനെ കൊണ്ടുപോകുന്നത് ഇല്ലീനേക്കാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ കടന്നു വന്നത് റഹ്മത്തിന്റെ മലക്കുകളും വന്നു, അദാബിന്റെ മലക്കുകളും വന്നു. അല്ലാഹ് അല്ലാഹ് ഫഖതസമത് ഫീഹി മലായികത്തുർ റഹ്മാ വമലായികത്തുൽ അദാബ്. റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും തർക്കിക്കുകയാണ്. റഹ്മത്തിന്റെ അദാബിന്റെ മലക്ക് പറയുന്നു, ജീവിതത്തിൽ 100 കൊലപാതകം നടത്തി എന്ന് മാത്രമല്ല ഒരുപാട് തെറ്റുകളുടെ ഇന്നലകളിലൂടെ കടന്നുപോയി. ഇദ്ദേഹം നരകത്തിന്റെ അവകാശിയാണ്, ഇദ്ദേഹത്തിന്റെ റൂഹ് സിജ്ജീനിൽ കൊണ്ടുപോകണം, ഇദ്ദേഹം നരകാവകാശിയാണ്, ഞങ്ങൾക്ക് ഈ റൂഹിനെ വേണമെന്ന് പറയുമ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ പറയുന്നു, എത്രമേൽ പാപം ചെയ്താലും തൗബയുടെ മനസ്സുണ്ടെങ്കിൽ കാരുണ്യക്കടലായ കാരുണ്യവാനായ അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. ഇദ്ദേഹം തൗബ ചെയ്യാൻ വേണ്ടി ഒരു നാട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ തൗബയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ട ആളാണ്, ഇദ്ദേഹം ഖേദിച്ചു മടങ്ങിയ ആളാണ്. അങ്ങനെ തർക്കമായ അവസാനം ഒരു വിധി നടക്കുകയാണ്. ആ തർക്കത്തിനിടയിൽ ഒരു മലക്ക് വന്നുകൊണ്ട് അല്ലാഹു അയച്ചുകൊണ്ട് പറയുകയാണ്, റഹ്മത്തിന്റെയും
അദാബിന്റെയും മലക്കുകളോട് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരുടെയും തർക്കം പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. ഇദ്ദേഹം ഏതൊരു നാടിനെ ലക്ഷ്യമാക്കി നടന്നുപോയോ ആ നാട്ടിലേക്കാണ് അദ്ദേഹം കൂടുതൽ അടുത്തിട്ടുള്ളതെങ്കിൽ അദ്ദേഹം സ്വർഗവാസിയാണ്. മറിച്ച് ഈ താൻ നടന്ന് സഞ്ചരിക്കാൻ തുടങ്ങിയ നാടുണ്ടല്ലോ, ആ നാട്ടിലേക്കാണ് അദ്ദേഹം അടുത്തിട്ടുള്ളതെങ്കിൽ ഇദ്ദേഹം നരകാവകാശിയാണ്. അങ്ങനെ ആ ചുവട്ടടികൾ ഇങ്ങനെ അളക്കുകയാണ്. അളന്നളന്നളന്നു നോക്കുമ്പോൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരുപാട് സ്വാലിഹീങ്ങളുള്ള മണ്ണുണ്ടല്ലോ, ആ മണ്ണിലേക്ക് ഒരു ചുവട്ടടി കൂടി അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നും അധികം അയാൾ വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അങ്ങനെ അദ്ദേഹത്തിന് റഹ്മത്തിന്റെ മലക്കുകൾക്ക് കൈമാറി കേട്ടോ. തെറ്റ് ചെയ്തു പോയാലും ആ തെറ്റ് ചെയ്തവർക്കുള്ള പരിഹാരമാണ് പശ്ചാത്താപം. ഇന്നലകളിൽ വന്നുപോയ പാപത്തെ ഓർക്കാനുള്ള അവസരമാണ് ദുനിയാവിലുള്ളത്. അതുകൊണ്ട് ഇന്നലകളിൽ സംഭവിച്ചു പോയ പാപത്തെ മറന്നു പോകല്ലേ, അതിനെക്കുറിച്ച് ഓർക്കണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് ഇങ്ങനെ ഇഞ്ചക്ഷൻ വെച്ചോണ്ടിരിക്കണം. ഇടക്കിടക്ക് ഉണ്ടല്ലോ ഇങ്ങനെ ചില വണ്ടി വെച്ചിരിക്കുന്ന പൂച്ചയുടെ തല ഇങ്ങനെ ഇടയ്ക്ക് തട്ടി കൊടുക്കുമ്പോഴത്തേക്ക് കുറേ നേരം ഒരു നാടും, പിന്നെ ആടി ഇങ്ങനെ, പിന്നെ ഒന്നുകൂടെ തട്ടുമ്പോൾ പിന്നെ ആടും. അതുപോലെ ആവാൻ പാടില്ല. മുഹമ്മദ് അതുകൊണ്ട് ആ സ്വലാത്തിന്റെ മജ്ലിസിന് മുഅ്മിനീങ്ങൾ ആവേശം കാണിക്കുന്നത്, മുത്തക്കബ്ബിരീങ്ങളും മുബ്തദിഈങ്ങളും മുഫ്തിനീങ്ങളും പുറംതിരിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ്. 100% ഉറപ്പുള്ള ഒരു അമൽ അവർക്ക് കിട്ടാതെ പോയതിന്റെ കാരണം അതാണ്. 100% ഉറപ്പാണ്. 100% എങ്ങനെ ചെല്ലിയാലും ആ സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കും. അത് ചെല്ലിയ ആളിന്റെ പവറല്ല, ചൊല്ലപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവറാണ്. എന്താണ് രണ്ടാമത്തെ പരാജയ കാരണം? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിപ്പിക്കുകയാണ്, വദിക്റുൽ ഹസനാത്തിൽ മാളിയാ. ഇന്നലകൾ ചെയ്ത നല്ല കാര്യങ്ങളുണ്ടല്ലോ, സുഹൃതങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനെ ഓർത്തുകൊണ്ടിരിക്കുക. ഇന്നലെ ചെയ്ത, മുമ്പ് കാലങ്ങളിൽ ചെയ്ത, തന്റെ ഇന്നലകളിൽ ചെയ്ത നല്ല കാര്യങ്ങളുണ്ടല്ലോ, സുഹൃതങ്ങളുണ്ടല്ലോ, ഇബാദത്തുകളുണ്ടല്ലോ, നല്ല പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം എന്താണ്? ആ ചെയ്ത നന്മകൾ ഏതെങ്കിലും ഒന്ന് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലാ യദ്രി അഹദുൻ, ഒരാൾക്കും അറിയില്ല അവൻ ചെയ്ത നിസ്കാരത്തെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്. ഞാൻ ചോദിക്കുന്നു, ഇന്ന് വരെ ചെയ്ത നിസ്കാരങ്ങളിൽ ഒരു റക്അത്ത് നിസ്കാരം അല്ലാഹു കബൂലാക്കി എന്ന് പറയാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? മുത്തുമുഅ്മിനീങ്ങളെ, പകലന്തിയോളം പടച്ചവന് വേണ്ടി പട്ടിണി കിടന്നു നോമ്പെടുത്തവരാ നമ്മൾ. ഒരു നോമ്പ് അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാൻ തെളിവെന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അതൊന്നും നമുക്കറിയില്ല. പ്രതീക്ഷ വേണം, പ്രത്യാശ വേണം. അല്ലാഹുവിന്റെ മുമ്പിൽ കൂടുതൽ ചെയ്യാൻ തയ്യാറാകണം. അതുകൊണ്ട് ഇന്നലെ നന്മകൾ ഒരുപാടുണ്ടല്ലോ. ഞാൻ ഒരുപാട് നിസ്കരിക്കുന്ന ആളാ, നിസ്കരിച്ച ആളാണ്. ഞാൻ ഇന്ന് വരെ നോമ്പ് മുടക്കിയിട്ടില്ല. ഞാൻ ഹജ്ജിന് പോയിട്ടുള്ള ആളാണ്. ഞാൻ ഒരുപാട് സ്വതക്കയും സക്കാത്തും കൊടുത്ത ആളാണ്. ഞാൻ ഏത് നല്ല കാര്യത്തിനും മുന്നിലുള്ള ആളാണ്. ഇങ്ങനെ ഇന്നലകളിൽ ചെയ്ത നന്മകളെ കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നാൽ അവന്റെ കൽബിൽ അഹങ്കാരം വന്നു പോകും. കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നതിന് തടസ്സമാവുകയും ചെയ്യുമല്ല. എല്ലാ മഹാന്മാരുടെയും കൽബിൽ ഉറച്ചവനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. രാത്രി ഉറങ്ങാറില്ല മഹാന്മാർ, ഔലിയാക്കൾ. രാവെന്നോ പകലൊന്നുമില്ല, 24 മണിക്കൂറും അല്ലാഹുവിലാണ്, അല്ലാഹുവിന്റെ ഇബാദത്തിലാണ്. ഭക്ഷണം മറന്നുപോയവർ, സർവ്വതും മറന്നുപോയവർ, അല്ലാഹുവിൽ രസം കണ്ടെത്തിയ മഹാന്മാർ, സുൽത്താനുൽ ഹിന്ദിനെ പോലെ, ഖാജാ തങ്ങളെ പോലെ. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, അല്ലാഹു അടുത്ത പൊരുത്തം നൽകട്ടെ. ഒരാളിനെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. ഔലിയാക്കന്മാരുടെ ചരിത്രം പഠിപ്പിക്കുന്നത് അതാണ്. ഒരാളിനെയും നിസ്സാരപ്പെടുത്തരുത്.
ബഹുമാനപ്പെട്ട ഒരു ചെറുപ്പത്തിൽ തന്നെ അനാഥനായിരുന്നു സുൽത്താനുൽ ഹിന്ദ്. അവിടുന്ന് ഒരു തോട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു സാധുവായ ഫക്കീറായ മനുഷ്യൻ വരുന്നത്. വിശന്ന് വലഞ്ഞു വന്ന മനുഷ്യന് തൻ്റെ ഈത്തപ്പഴത്തോട്ടത്തിൽ നിന്നും ഈത്തപ്പഴങ്ങൾ പറിച്ചു കൊടുത്തു. തൻ്റെ സ്വന്തം ഈത്തപ്പഴത്തോട്ടം തന്നെ പറിച്ചു കൊടുത്തു, സന്തോഷിപ്പിച്ചു. ഈ ഫക്കീറിന് വലിയ സന്തോഷമായി. തൻ്റെ ഭാണ്ഡം അടിച്ചു, ഒരു റൊട്ടി കഷ്ണം എടുത്തു. അത് വായിലിട്ട് ചവച്ചിട്ട് ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, കഴിച്ചോളാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ടവരുടെ ശൈഖാണത്. ലോകം കണ്ട വലിയൊരു വലിയായിരുന്നു അത്. അതോടുകൂടിയാണ് സുഹുദ് ആ കൽബിൽ രൂപപ്പെട്ടത്. അങ്ങനെയാണ് അള്ളാഹുവിലേക്ക് ഇറങ്ങുന്നത്. ഓരോ നിമിഷങ്ങളും അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് അള്ളാഹു തആല തരും. തരാതെ റൂഹിനെ പിടിക്കൂല. പക്ഷെ നമ്മൾ ആ അവസരം നഷ്ടപ്പെടുത്തിയവരാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓരോ ആളുകൾക്ക് ഉണ്ടാവും രക്ഷപ്പെടാൻ സലാമത്തിന്റെ ബാബുകൾ. പക്ഷേ തൗഫീഖ് ലഭിച്ചവർ മാത്രമേ അതിനെ റിക്കവർ ചെയ്തെടുക്കുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു മഹാന്മാരെ പൊരുത്തം തരട്ടെ. സ്വാലിഹ്യങ്ങളെ സ്നേഹിച്ചു, അതിനപ്പുറമൊന്നും വേണ്ട. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടോളൂ. അള്ളാഹു നമ്മളെ പരിഗണിക്കും. ഒരു വസ്വാസും ആ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് എനിക്കൊരുപാട് അമലുണ്ട് എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കണ്ട. തുണിയൊന്നു നെയ്തു വിൽക്കാൻ ചെന്ന് വ്യാപാരിയേറ്റം താണവില പറയുന്നു. മഹാനായ അത്താഉസ്സലമി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്, ആരിഫാണ്, വലിയാണ്. തന്റെ ജോലി തുണി നെയ്തുകൊണ്ട് അങ്ങാടിയിൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കലാണ്. വളരെ സമയമെടുത്തുകൊണ്ട് മഹാനവറുകൾ ഒരു തുണി നെയ്യുകയാണ്. ആ നെയ്ത സൂക്ഷ്മമായി നെയ്ത തുണിയുമായി വ്യാപാരിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ വ്യാപാരി വളരെ വില കുറച്ചാണ് പറയുന്നത്. വില പറയുന്നത് വളരെ കുറച്ച് വിലയാണ്. മഹാനായ തങ്ങൾ ചോദിക്കുന്നു, അല്ല, ഞാൻ കഷ്ടപ്പെട്ട് നെയ്ത തുണിയാണ്, സമയമെടുത്ത് നെയ്ത തുണിയാണ്, എന്താണ് ഈ വില കുറയാനുള്ള കാരണം? വ്യാപാരി ഓരോ തെറ്റുകുറ്റങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിന്റെ സ്റ്റിച്ച് ശരിയായിട്ടില്ല, ഇതിനിന്ന കുഴപ്പമുണ്ട്, ഇതിനിന്ന കുഴപ്പമുണ്ട്. അതിൽ നൈപുണ്യമുള്ള ആളാകുന്ന വ്യാപാരി പറഞ്ഞു കൊടുക്കുകയാണ്. അത്താഉസ്സലമി റളിയല്ലാഹു അൻഹു പൊട്ടി കരയുകയാണ്. തങ്ങൾ കരയുമ്പോൾ വ്യാപാരി പറയുന്നു, അത്തായേ, നിങ്ങളെ എനിക്കറിയാം, നിങ്ങൾ കരയല്ലേ, നിങ്ങൾ ചോദിക്കുന്ന വില ഞാൻ തരാം, നിങ്ങൾ ആവശ്യപ്പെടുന്ന വില ഞാൻ തരാം, നിങ്ങൾ കരയല്ലേ. നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ആളാണ്, പടച്ചവനെ പേടിക്കുന്ന ആളാണ്, നിങ്ങൾ എന്റെ എത്രയോ നാളത്തെ കസ്റ്റമറാണ്, നിങ്ങൾ കരയല്ലേ അത്തായേ, നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം, നിങ്ങൾ ചോദിക്കുന്ന വില ഞാൻ ഇതിന് തരാം. അത്താങ്ങൾ പറയുകയാണ്, അല്ലയോ സഹോദര, ഞാൻ കരയുന്നത് കാരണമല്ല, നിങ്ങൾ വില കുറച്ച് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ കരയുന്നത്. ഞാൻ നല്ല ഉഷാറായി നെയ്ത് ഒരു കുഴപ്പവുമില്ല എന്ന് വിചാരിച്ചു കൊണ്ടുവന്ന ഈ തുണി, നിങ്ങൾക്ക് തുണി നോട്ടമറിയുന്ന ആളാണ്, അത് സെർച്ച് ചെയ്യാൻ അറിയുന്ന ആളാണ്, അതിന്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ അറിയുന്ന ആളാണ്. നിങ്ങളുടെ മുമ്പിലെത്തിയപ്പോൾ എന്റെ തുണിക്ക് അങ്ങ് വില കുറഞ്ഞു പോയി, എന്റെ തുണിയുടെ കുറ്റങ്ങൾ നിങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നല്ലോ. ഞാനിപ്പോ റബ്ബിന്റെ മുമ്പിൽ ഒരുപാട് സുജൂദ് ചെയ്യുന്ന ആളാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, അള്ളാഹുവിന് ഒരുപാട് ആരാധനകൾ ചെയ്യുന്ന ആളാണ്. ഞാനത് ചെയ്യുമ്പോൾ എന്റെ മനസ്സിലുള്ളത് ഇത് കുറ്റമറ്റതാണ്, ഇതെന്റെ റബ്ബ് സ്വീകരിക്കുന്നതാണ്. നാളെ പരലോകത്തിൽ ഇതിനെ പരിശോധിക്കുമ്പോൾ, അതിനെ ചെക്ക് ചെയ്യാൻ അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ വരുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ? ഇതെല്ലാം വൃഥാവിലായി പോകുമോ? ഇതെല്ലാം പാഴായി പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ കരഞ്ഞതാണ്. ദിക്റുൽ ഹസനാത്തിൽ മാളിയാ, ഇന്നലകളിൽ ചെയ്ത നല്ല സുഹൃതങ്ങളെ അതിനെ ഓർത്തുകൊണ്ടിരുന്നാൽ പരാജയപ്പെട്ടു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതതിന്റെ വഴിക്കും കൂടുക. എത്ര നന്മ ചെയ്താലും അതിനെ അതിന്റെ വഴിക്ക് വിടുക.